മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യം വിജയമുറപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അനിശ്ചിതത്വം തുടരുകയാണ്. നിലവിൽ മഹായുതി സർക്കാരാണ് സംസ്ഥാനത്ത് അധികാരത്തിലുള്ളത്. ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാം ടൈമിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടാകും എന്നതും ഉറപ്പാണ്. ഇതിനുള്ള സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. മഹായുതിക്കുള്ളിൽ BJP ആണ് ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിച്ച 149 സീറ്റുകളിൽ 128ലും BJP ലീഡ് ചെയ്യുന്നു. BJP സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് ഉറപ്പാണ്. ഈ BJP മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ ദേവേന്ദ്ര ഫഡ്നവിസ് അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് പാർട്ടി നേതാവ് പ്രവീൺ ദാരേക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ NCP നേതാവ് അജിത് പവാർ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യയും രാജ്യസഭാ MPയുമായ സുനേത്ര പവാർ രംഗത്തെത്തിയിട്ടുമുണ്ട്. അജിത് ദയയ്ക്കും NCPക്കും പൊതുജനങ്ങൾക്കും ബരാമതിക്കും ഇത് വളരെയധികം ഭാഗ്യകരമായിട്ടുള്ള ദിവസമാണ്. അജിത് ദാദയെ പിന്തുണച്ച് ബരാമതിയിലെ ജനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എന്നാണ് സുനേന്ദ്ര പറയുന്നത്. ഇത് ബരാമതിയിലെ ജനങ്ങളുടെ വിജയമാണ് എന്നും അജിത് പവാർ മുഖ്യമന്ത്രിയാകണമെന്നും പൊതുജനങ്ങളെ പോലും താനും ആഗ്രഹിച്ചിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വിവരം. എങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ BJPയുടെ അവകാശവാദം സഖ്യകക്ഷികൾക്ക് അനുവദിക്കേണ്ടി വരും എന്നതിൽ സംശയമില്ല. 2019 മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിമറിച്ചത്. അന്ന് NDAയുടെ ഭാഗമായി മത്സരിച്ച ശിവസേന ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJPയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. ഇത് BJP അനുവദിക്കാതെ ഇരുന്നതോടെയാണ് ശിവസേന NCP കോൺഗ്രസ് സഖ്യകക്ഷികളുമായിട്ട് ചേർന്ന് മഹാവികാസ് അഘാടി രൂപീകരിക്കുന്നത്. ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി സംസ്ഥാന രാഷ്ട്രീയം കലങ്ങി മറിയുമോ എന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ദേവേന്ദ്ര ഫഡ്നവിസ് മുഖ്യമന്ത്രി, അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രി എന്ന ഫോർമുലയാണ് മഹായുതിക്കുള്ളിൽ ഉയരുന്നത്. ഇത് എല്ലാവരും അംഗീകരിക്കുമോ എന്ന് ഇനി കണ്ടറിയണം. അതേസമയം BJP കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നിരീക്ഷകരെ നാളെ തന്നെ മുംബൈയിലേക്ക് അയച്ചേക്കുമെന്നുള്ള വിവരവുമുണ്ട്. സഖ്യകക്ഷികളുമായിട്ട് മുഖ്യമന്ത്രി ആര് എന്നതിനെ കുറിച്ച് ചർച്ച നടത്തും. നവംബർ 26 മുമ്പ് പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് വിവരം. രാജ്നാഥ് സിംഗിനെ പോലുള്ള മുതിർന്ന നേതാക്കളെ നിരീക്ഷകരായിട്ട് അയക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ മുന്നേറ്റം കൈമുതലാക്കിയാണ് ഇക്കുറി മഹാവികാസ് അഘാടി നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരിന് ഇറങ്ങിയതും. എന്നാൽ ഫലം വന്നപ്പോൾ കനത്ത തിരിച്ചടിയാണ് സഖ്യത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂറ്റൻ വിജയം സ്വന്തമാക്കിയ വിദർഭയിലടക്കം കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ് 62 സീറ്റുകൾ ഉള്ള വിദർഭ മേഖല. വിദർഭ പിടിച്ചാൽ ഭരണം കൈപ്പിടിയിലാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2014 വിദർഭയിലെ 62ൽ 44 ലഭിച്ചതും BJPക്കായിരുന്നു. ഭരണവും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിന് അന്ന് 10 സീറ്റുകളാണ് നേടാനായത്. 2019 BJP നേടാനായത് 29 സീറ്റായിരുന്നു. കോൺഗ്രസ് അന്ന് നില മെച്ചപ്പെടുത്തി 15 സീറ്റ് നേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിദർഭയിലെ ആകെയുള്ള 10ൽ 7 സീറ്റും MVAക്കാണ് ലഭിച്ചത്. BJPക്ക് നേടാനായത് വെറും 3 സീറ്റുകളാണ്. ഇതോടെ വിദർഭ കേന്ദ്രീകരിച്ചായിരുന്നു ഇക്കുറിയും MVA തന്ത്രം മെനഞ്ഞത്. അവിടെയാണ് ഇപ്പോൾ BJPക്ക് വലിയ ഒരു രീതിയിലുള്ള ഒരു അനുകൂലമായിട്ടുള്ള വലിയ വിജയം തന്നെ നേടാനായത്.